നമ്മുടെ നാട്ടിലൊക്കെ സൂര്യകാന്തി ചെടികളില്ലേ? എനിക്കറിഞ്ഞുകൂടാ സൂര്യകാന്തി ചെടികളൊക്കെ ഇത്രയും വലുതായിട്ട് വളരുമോ എന്ന്. ഒരു പക്ഷേ കാണുമായിരിക്കും, സൂര്യകാന്തിയുടെ സീഡ് നമ്മൾ കഴിക്കാറുണ്ടല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചു നിങ്ങളെ എൻ്റെ സൂര്യകാന്തി ചെടി ഒന്ന് കാണിക്കാമെന്ന്. നിങ്ങൾ നോക്കിയേ എത്ര വലുതാണെന്ന്. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ഞങ്ങൾക്ക് ഒത്തിരി പൂക്കൾ വന്ന്, സാധാരണ ഒരിക്കലും ഇത്രയും സൂര്യകാന്തിയിൽ ഇത്രയും പൂക്കൾ വരാറില്ല. നോർമലി ഞങ്ങൾക്കൊരൊറ്റ ഫ്ലവർ വരും, വലിയ ഒരെണ്ണം വരും. അതിങ്ങനെ സൂര്യനെ നോക്കി കുറേ നാൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് കുറേ സീഡുകൾ വരും. എന്നിട്ട് ആ സീഡെല്ലാം താഴെ വീണിട്ട് പിന്നെ അടുത്ത വർഷം പിന്നെ വേറെ സൂര്യകാന്തി ചെടി ഉണ്ടാകും. അങ്ങനെയാണ്. പക്ഷേ ഈ വർഷം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് കുറേ ഇതിൻ്റെ മൊത്തം നിങ്ങൾക്ക് കാണാം. അകത്തെല്ലാം നിറയെ പൂക്കളാണ്. ഉള്ളിലോട്ടൊക്കെ കയറിയാൽ മൊത്തം സൂര്യകാന്തി പൂക്കളാണ്. ഇത് ആ പൂക്കളുടെയും ചെടിയുടെയും ഭാരം കൊണ്ട് ഇതും ഇതുപോലെ പെടന്ന് വീണിട്ട് നമ്മളിങ്ങനെ കമ്പ് വെച്ച് നാട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിലൊക്കെയാണെങ്കിൽ നമുക്ക് കപ്പയും വെണ്ടയും പലതര പച്ചക്കറികളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആ പച്ചക്കറികളിൽ ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിന് ശരിക്കും സൂര്യപ്രകാശം കിട്ടുന്നില്ല. പക്ഷേ എന്നാലും ഈ സൂര്യകാന്തി ചെടി ഇങ്ങനെ നിറയെ പൂക്കളായിട്ട് നിൽക്കുമ്പം ഇത് പറിച്ച് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ നിർത്തിയിരിക്കുവാണ്. അപ്പം ഞാൻ ഈ സൂര്യകാന്തി ചെടി കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഞങ്ങളുടെ ഈ വർഷത്തെ സൂര്യകാന്തി ചെടി എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ നിങ്ങളെ ഒരു സൂര്യകാന്തി ചെടി നിറയെ പൂക്കളുള്ളത് കാണിച്ചില്ലേ. അപ്പം ഞാൻ ഓർത്തെന്നാൽ നിങ്ങളെ ഇത് ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. വലിയ ഈ ചെടി കുറേയും കൂടെ അങ്ങ് നീളം വെച്ചിട്ട് നിറയെ പൂക്കളല്ല, ഒരു വലിയ പൂക്കൾ കണ്ടോ, ഇവിടെയും കണ്ടില്ലേ ഒരു വലിയ പൂ ഉണ്ടായിരിക്കുന്നുണ്ടല്ലേ. ഇത് അതിലും വലിയ വലിപ്പമുള്ളൊരു പൂവായിരുന്നു. ഇത് ഇവിടെ കുറേ നാൾ ഈ പൂ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അരിയെല്ലാം വീണ് അടുത്തത് കിളുക്കും. അപ്പം നിങ്ങളെയൊക്കെ ഒരു സൂര്യകാന്തി ചെടി കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കാണിച്ചതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്. എൻജോയ് യുവർ ഗാർഡനിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.